നമസ്കാരം. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാണെന്നുള്ള ഒരു സംഘി പ്രചരണം അറിയില്ലേ? ആ സംഘി പ്രചരണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് തീവ്ര മുസ്ലിം നിലപാടുകാർ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ, സുഡാപ്പിക്കാരെല്ലാം മരുമോൻ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രചരണത്തിന് ചൂട്ടുപിടിക്കുന്നത് ഞാൻ എന്റെ ചെവിയാലെ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളായിട്ടുള്ള ചില മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ടവർ പറയുന്നുണ്ട് അടുത്ത മുഖ്യമന്ത്രി റിയാസ് തന്നെയാണ്. കാര്യം മരുമോൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിപദം കൊടുത്തതാണ്, അതുകൊണ്ട് ഭാവി മുഖ്യമന്ത്രി റിയാസ് ആണെന്ന് സംഘികൾ സൃഷ്ടിച്ച അതേ കഥ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരുണ്ട്. അവരിൽ ചിലരെക്കെങ്കിലും കുറച്ച് ബോധോദയം വരട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന മുൻ ഇടതുപക്ഷക്കാരൻ കൂടിയായിട്ടുള്ള രാജൻ ജോസഫ് എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിനിടയിൽ പറയുന്ന വാചകം കേൾക്കാനിടയായി. കാര്യം ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നവർക്കെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാവുന്നത് കേട്ടാലെങ്കിലും ചില വിവരക്കേടുകൾക്ക് ബുദ്ധി വരട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ആ പ്രതികരണം നിങ്ങളെ കേൾപ്പിക്കുന്നത്. കാര്യം ഒരു വ്യക്തിയെ അകാരണമായി അദ്ദേഹം ഏറ്റെടുത്ത വകുപ്പിൽ പെർഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇകഴ്ത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബകാര്യം എടുത്തിട്ടും സ്വകാര്യതയിലേക്ക് കടന്നു കയറിയാണ്. അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു പോയി. ആ കഴിച്ചത് വെച്ചിട്ട് കുറെ കഥകൾ നമ്മുടെ നാട്ടിലെ ഈ മസാലക്കാർക്കിടയിൽ വലിയ രീതിയിൽ വിറ്റഴിക്കാൻ അല്ലെങ്കിൽ വലിയ ഡിമാൻഡുള്ള ഒരു കാര്യമാണ്. ആ രീതിയിൽ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവർ ഈ വാചകങ്ങളൊന്ന് കേട്ടിരിക്കണം. കാര്യം ഇടതുവിരുദ്ധ ആശയങ്ങൾ കൂടുതൽ പറയുന്നവർ, ഇന്നലകളിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസ്യത വളരെ കൂടുതലാണല്ലോ. നമ്മൾ പറയുമ്പോഴാണല്ലോ ഇത് വെള്ളപൂശാൻ പറയുന്നു എന്ന് ചിലർക്ക് തോന്നുന്നത്. അപ്പോ രാജൻ ജോസഫ് പറഞ്ഞ ആ വാചകം ഒന്ന് കേട്ടെ. സഭകളും ബിഷപ്പുമാരും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി വരുന്നു എന്നുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ഇയാളെ CM ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ടീമിനെയും ആ കാൻഡിഡേറ്റ് ലിസ്റ്റിനെ പിണറായി വിജയൻ തന്നെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ പുള്ളി നയിക്കും. പക്ഷെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബാറ്റൺ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പം, കാരണം അദ്ദേഹത്തിന് പ്രായം കൂടി വരികയാണല്ലോ, കൈമാറാൻ പറ്റുന്ന ഈ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നൊക്കെ വെറുതെയാണ്. ആൾക്കാർ വെറുതെ ഒരു വിവരം ഇല്ലാത്തവന്മാരിരുന്ന് പറയും മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ പോവുക, മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുക. അങ്ങനെ ഒരു പരിപാടിയൊന്നും പാർട്ടിക്കകത്ത് ഇല്ലതാനും. അങ്ങനെ പിണറായി വിജയൻ പോലും ചിന്തിക്കുന്നുണ്ടാവില്ല, റിയാസ് പോലും ആഗ്രഹിക്കാൻ. ഇപ്പം എല്ലാവർക്കും ആഗ്രഹിക്കുക, CPക്കും എനിക്കും ഒക്കെ ആഗ്രഹിക്കുക, പല ആഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെ കാര്യത്തിലേക്ക് അവരാരും നീങ്ങത്തില്ല. ഇത് കോൺഗ്രസ് പോലെയുള്ള സാധനമൊന്നുമല്ല CPM എന്ന് പറയുന്നത്. അത് ഞാൻ അതിനകത്തുണ്ടായിരുന്നില്ല. വളരെ കുഞ്ഞു പ്രായത്തിൽ ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചതാണ്. 21 വയസ്സിൽ ലോക്കൽ കമ്മിറ്റി വന്നത്, 18 വയസ്സ് പാർട്ടി മെമ്പർഷിപ്പ് വന്നത്, ലോക്കൽ സെൻറ്ററിലുണ്ടായിരുന്ന. അപ്പോൾ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയത്തില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞതാണ് ഇവിടെയുള്ള ഈ നവമാധ്യമ രംഗത്തുള്ള പല ആൾക്കാരോടും പറയാൻ. തമാശയ്ക്ക് ട്രോളാൻ നമ്മളൊക്കെ റിയാസിനൊക്കെ ട്രോളാറുണ്ട്, അതൊക്കെ പിന്നെ രസത്തിന് വേണ്ടി പറയുന്നത്. അതിനപ്പുറത്ത് സീരിയസ് ആയിട്ട് വിഷയത്തെ കാണുമ്പോൾ അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. ജോൺ പിട്ടാസിന്റെ CM ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും. BJPക്ക് പിന്നെ സ്പേസ് കിട്ടാതാവും, BJPക്ക് സ്പേസ് കിട്ടാതാവും, കോൺഗ്രസിന്റെ കഥയും തീരും. കേട്ടല്ലോ, റിയാസ് അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് CPM പാർട്ടിയെ കുറിച്ച് അറിയാവുന്ന ഒരു മനുഷ്യരും പറയില്ല. പക്ഷെ ചില വിവരക്കേടുകൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മരുമോൻ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞു കൊടുത്താലും ഇവറ്റകൾക്കൊന്നും തലയ്ക്കകത്ത് ആള് താമസമോ ചിന്തിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ഒരു കാര്യത്തിന്റെ വസ്തുതയെക്കുറിച്ച് അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് ഇതുപോലത്തെ ഒരു മസാല ചേർത്തിട്ട് ഒരാളുടെ മകളെ കല്യാണം കഴിച്ച ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കിട്ടിയോണ്ട് ഇതിങ്ങനെ വായ്ത്താരിയിട്ട് നടക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യമാണ് നിങ്ങൾ കേട്ടത്. അതായത് എങ്ങനെയാണ് റിയാസ് മന്ത്രിയായത്? ആ ചോദ്യത്തിന് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് സംഘപരിവാർ സൃഷ്ടിച്ച ആ കഥയാണ്. അതെടുത്തങ്ങ് പറയുമ്പോൾ ഇവർക്ക് കൂടി ഒരു സമാധാനം കിട്ടും. എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതെന്നെങ്കിലും ഈ സാമാന്യ വിവരക്കേടുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എങ്ങനെയാണ് മന്ത്രിപദത്തിന് വേണ്ടി പരിഗണിക്കുന്നത്? ആദ്യം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവരിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പിന്നെ കേന്ദ്ര കമ്മിറ്റി, അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി. ഇങ്ങനെയാണ് ആ മന്ത്രിപദം നിശ്ചയിക്കുകയും യൂത്തിലേക്ക് വരുമ്പോൾ യൂത്തിലെ ഏറ്റവും ഉയർന്ന പദവി ഏതാണോ അതിലിരിക്കുന്ന വ്യക്തിക്കാണ് മന്ത്രിപദത്തിലേക്ക് സർവ്വസാധാരണമായി പരിഗണിക്കാറുള്ളത്. അങ്ങനെ റിയാസ് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. DYFI എന്ന സംഘടനയാണല്ലോ യൂത്ത് വിങ് ആയിട്ട് വരുന്നത്, അതിനുശേഷമാണല്ലോ SFI വരുന്നത്. അപ്പോൾ അന്ന് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന തീരുമാനമെടുക്കുമ്പോൾ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തിയല്ലാതെ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കാൻ കഴിയുക? അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയായ വ്യക്തിയാണ് പിന്നീട് ഭാവി മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ മുസ്ലിം മതവിഭാഗക്കാരോട് സംഘപരിവാർക്കാർക്കുള്ള വല്ലാത്ത എതിർപ്പും ചൊറിച്ചിലും കൊണ്ട് ഒരു കഥയുണ്ടാക്കി അങ്ങ് വിടുകയാണ്. അതിന്റെ പ്രചാരകരായി മാറുന്നത് ഈ നാട്ടിലെ മുസ്ലിങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകകരമായിട്ടുള്ള കാര്യം. കുറേയേറെ പേർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം, അതുകൊണ്ട് ഭാവി മുഖ്യമന്ത്രി അയാൾ തന്നെ എന്നൊക്കെ പറയുന്ന വിവരക്കേടുകൾക്ക് എന്താണ് ഇടതുപക്ഷമെന്നും എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ പറയുന്ന പച്ച വിവരക്കേടാണെന്നുള്ളതിനപ്പുറം മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇടതുവിരുദ്ധ ആശയങ്ങൾ പറയുന്ന വ്യക്തി പറഞ്ഞാലെങ്കിലും കുറച്ചു പേർക്ക് വെളിവുണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അതിനെ സംബന്ധിച്ച് ചെയ്യുന്നത്.